ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കുറേ നാളായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ എന്നാണെങ്കിലും കുറച്ച് സമയമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ റോറക്കുട്ടൻ കുറച്ച് വലുതായി, അപ്പോൾ ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താണെന്നല്ല, ഇന്നത്തെ പരിപാടി നമ്മളൊരു ഈവനിങ് വാക്കിന് പോവാണ്. സമയം ഏകദേശം 6:30, നടക്കാൻ പറ്റിയ സമയമാണ്. നല്ല ചെറിയ കാറ്റും ചെറിയ തണുപ്പും സൂര്യരശ്മികളും അടിപൊളി, നല്ല വൈബ്. റോറ എന്നാണെങ്കിലും അവളുടെ സ്ട്രോളറിലിരുന്നിട്ട് നമ്മളൊരു ചുണ്ടനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കളിപ്പാട്ടത്തിൻ്റെ പേരാണ്. അത് നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിച്ചും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നതും ആകാശവും മരങ്ങളും എല്ലാം കാണുന്നതും ഒക്കെ. അപ്പം നമ്മുടെ തൊട്ടടുത്ത ഒരു പാർക്കിലാണ് നമ്മൾ പോകുന്നത് നടക്കാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ റോറക്കുട്ടനെയും കൂടെ ഒന്ന് കാണാം. കൈയൊക്കെ വായിലിടുന്നുണ്ട്. വിശപ്പ് തുടങ്ങിയോ എന്തോ, ചെറിയൊരു സംശയം. എന്താണെങ്കിലും കുറച്ച് ദൂരം നടന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ. പോകുന്ന വഴിക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളും ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ പുൽച്ചെടികൾ, പൂച്ചെടികൾ എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ മേളിൽ കൂടി പോകുന്ന പാലം എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ പോകുന്ന പാലമാണ്. അപ്പോൾ കുറച്ച് എലിവേറ്റ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. നല്ല തെളിഞ്ഞ ആകാശമാണ് ഡിയേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല രസമില്ലേ അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ കണ്ട് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ച് റോറനെ ഇങ്ങനെ വളർത്താമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പോകാൻ ഒരു പ്രത്യേക വൈബാണ്. എന്ത് രസമല്ലേ. ഈ പച്ചപ്പ് ഹരിതാഭയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പാർക്ക് ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചൊന്നുമല്ല ഡിയേഴ്സ്. ഇതൊക്കെ ചുമ്മാ പുൽച്ചെടികളാണ്. ആ മെറ്റൽ അങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണത് കാണാനായിട്ട്. അപ്പോൾ ഇച്ചു അതൊക്കെ ക്യാമറ കണ്ണിലേക്ക് ആകർഷിച്ചെടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാർ ഒത്തിരി പേര് നടക്കാനായിട്ട് ഇറങ്ങും. കാരണം തണുപ്പും ഉണ്ട്, എന്നാൽ വലിയ ചൂടും ഇല്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പം നടക്കുന്ന വഴിക്കുള്ളൊരു കുളമാണിത്. കുളമാണോ അരുവിയാണോ? ചെറിയൊരു അരുവിയാണിത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും തേണ്ടേ പരിചയമുള്ള ഒരാൾ ഒരു ആമ്പൽ ചെടീനെ കണ്ടു. പക്ഷേ ഇതിൻ്റെ പൂ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതിക്ക് മുമ്പേ ചെയ്ത വീഡിയോസിലും നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. ആ സമയം നമ്മൾ പൂവും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താറാങ്കൂട്ടന്മാർ കുറേ പേരുണ്ട്. അവരുടെ ആവാസ സ്ഥലമാണിത്. അക്ഷരപുഷ്ടത ശരിയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആമ്പൽ ചെടി. അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മുടെ താറാങ്കുട്ടന്മാർ മുട്ടയിടുന്നതും കയറിയിരിക്കുന്നതും. പക്ഷെ അവർ തണുപ്പൊക്കെ സർവൈവ് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര മുമ്പോട്ട് തുടർന്നു. സൈക്കിളിലുള്ളവർ സൈക്കിളിൽ പോകുന്നുണ്ട്. ഇച്ചുവും റോറയും താണ്ടേ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോഗ്രാഫി ഏറ്റെടുത്തു. ഇതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാട്ടുചെടികൾ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുമല്ലോ ഡിയേഴ്സ്. നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ച് പള്ളിയിലൊക്കെ ബൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട് ഡിയേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ അപ്പുറേ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ദിവസം ഗ്രില്ലിങ്ങിനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനിയിപ്പം ഉടനെ തന്നെ സമ്മർ വെക്കേഷൻ കഴിയും. പിന്നെ ഇച്ചുവിന് ക്ലാസ് തുടങ്ങും. നോക്കിയേ ഡിയേഴ്സ്, എന്ത് രസമാണെന്ന് നോക്കി. എല്ലാവരും സൈക്കിൾ ചവിട്ടുന്നുണ്ട്. ഇനി പതിയെ നമ്മുടെ സൈക്കിൾ ഒന്ന് പൊടി തട്ടി എടുക്കണം. റോറയ്ക്ക് ചെറിയൊരു സീറ്റൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത സമ്മറിന് നോക്കണം. ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിലൂടെ നമ്മൾ യാത്രയായതേ. റോറക്കുട്ടൻ്റെ അഭ്യാസങ്ങൾ കണ്ടോ? കാലൊക്കെ പുറത്ത് വന്നു. ഇനി എന്തൊക്കെ കാണണം. പുള്ളി ഇങ്ങനെ എന്തോ ആലോചനയിലാണ്. ഭാവി കാര്യങ്ങളായിരിക്കും. ഈ അപ്പനെയും അമ്മേനെയും എങ്ങനെ ഭാവിയിൽ നോക്കണമെന്നാണ് എൻ്റെ കൊച്ചിപ്പോഴേ ചിന്തിക്കുന്നത്. ആർക്കറിയാം. എന്തോ നല്ല രസമില്ല ആ കുളം കാണാനായിട്ട്. ഇത് ആ ചെറിയ കുളമാണോ അരുവിയാണോ അതിങ്ങനെ ഇതിൽ വന്ന് ചേരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ച് ദൂരം കൂടി ഒഴുകിപ്പോകും. നമുക്കിനി കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഉടനെ തന്നെ ഇപ്പോൾ വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഡിയേഴ്സ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. മോയ്ക്ക.